ചേട്ടാ മാറി നിങ്ങൾ മാറി എവിടെയാണോ അപ്പം അവിടെ ശ്രദ്ധിക്കും അവിടെ ശ്രദ്ധിക്കും കേട്ടോ മാറി സമയമില്ല സ്പീഡാക്കണേ നിൽക്കുന്നതിലൊന്നും പെട്ടെന്ന് കയറിയിരിക്കണം കേട്ടോ ഓരോ ഫാമിലി ആയിട്ട് നിൽക്കുന്നത് ഏറ്റവും കുറച്ചിന് മുമ്പ് ചേട്ടാ കുറച്ചെടുത്ത് തന്നെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സഭയിച്ചതായി നീക്കും. എന്റെ കർത്താവിൽ നീ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമവിധാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നല്ല വിരത്തു ബലമാകി ആകാശഭൂമിതാവുന്നു ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവെ ജീവിക്കുന്നവനവയം നൽകണമേ മൃതനായുസ്സും വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ
കനിയേണം. ജീവൻ നൽകി മോഹനരമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നീക്കുവാമേൻ തെളിവായ എന്നുടെ നാഥാമി തിരുവിളിയല്ല നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. മകനിയുമായ നിന്റെ ദീർഘനിഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരനായി നീക്കും. പുത്രനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരനായി നീക്കും. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലയെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. പന്തിയമേഴാത്തോരവികലമോദം നുകരാൻ വളരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണം ഈശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വരമരുളേണം. അഗാധത്തിനെ ഞാൻ വിളിക്കുന്ന മനുഷ്യരെ ഏർപ്പിക്കുന്നവനെ അഗാധത്തിന് ഞാൻ ആകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. നീക്കും കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, മാറിക്കോ. ഞാൻ തുടങ്ങുന്നത്. ഈശോയിലെ ഏറ്റവും പ്രാർത്ഥനാപൂർവം ഒരു യാത്രയെ പോകും നിശ്ചയിച്ചിട്ട് ഞാൻ കൊടുക്കാം. 59 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. കുടുംബത്തിലും ഒരു കുടുംബനാഥിയായി, നല്ലൊരു ഭാര്യയായി, നല്ലൊരു അമ്മയായി, എല്ലാവർക്കും നല്ലൊരു അയൽക്കാരിയായി ഒക്കെ ജീവിച്ച യാത്രയാവുകയാണ്. ഞങ്ങളുടെ ജിസിസികളുടെ ഭാര്യ ദുഃഖിക്കുന്ന മക്കൾക്കെല്ലാവർക്കും കൊച്ചുമക്കൾക്കും ഇടവക കൂട്ടായ്മയുടെ ബഹുമാനപ്പെട്ട ജെയിംസ് കൂടെയുണ്ട്.
എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുശോചനവും നേടുകയാണ്. നമ്മുടെയൊക്കെ ജീവിതം ഈ ശവമഞ്ചത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയോട് ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ദൈവം നമ്മിന് നിശ്ചിതമായിട്ടുള്ള നന്മകൾ അത് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം നന്മയായി മാറുക. അതൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഓർമ്മയായി നിലനിൽക്കുക. ഏത് സമയം വേണമെങ്കിലും മരണം നമ്മെ കൈപിടിക്കും. ആ സമയത്തൊക്കെ നമുക്കൊക്കെ ഉള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇന്നത്തെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളിലൊക്കെ ചിന്ത ഉയർന്നു വരുന്നത് നന്മ ചെയ്യുക, നന്മ ചെയ്ത ഈശോയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുക എന്നുള്ളതാണ്. നന്മ ചെയ്ത് കടന്നുപോയ ഈശോയെ അനുഗമിച്ച ചേച്ചിയുടെ ജീവിതം ആ നന്മയിലെ സ്നേഹത്തിൽ നിറഞ്ഞതായിരുന്നു. വേർപാട് എപ്പോഴും നമുക്ക് വേദന നൽകുന്നതാണ്. ആ വേദനയിൽ ഈ സമൂഹം മുഴുവനും പങ്കുചേരുന്നു. ഈ കുടുംബത്തിൻ്റെ വേദനയിലെ ദുഃഖത്തിലും ഞങ്ങളുടെ കൂട്ട് നിങ്ങളോട് ചേർത്ത് പിടിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കും. നമ്മുടെയൊക്കെ വിശ്വാസം ഈശ്വരനിൽ ചേരുക എന്നുള്ളതാണ്. ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ്. നമുക്ക് വേണ്ടി മരിച്ച ഈശോ നമ്മെ നമ്മുടെ സമയമാകുമ്പോൾ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് ഉറച്ച ബോധ്യത്തിലാണ്. നന്മ ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ ചേച്ചി ഓരോ പ്രാവശ്യം വരുമ്പോഴും സ്നേഹപൂർവമായ സ്വീകരണവും അന്വേഷണവും 4-5 വർഷം ഞാൻ അനുഭവിച്ചതാണ്. തീർച്ചയായിട്ട് ആ സ്നേഹത്തിന് മുൻപിൽ ശിരസ് നമിക്കുന്നു, ശുശ്രൂഷയുടെ മുൻപിൽ ശിരസ് നമിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈ പ്രാർത്ഥനകളിൽ പങ്കുപറ്റാം. പ്രകൃതി പോലും ദുഃഖഭാവത്തിലായിരിക്കുമ്പോഴും നമ്മുടെ ദുഃഖത്തിൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കും എന്നുള്ള ആ ഉറപ്പിൽ നമുക്ക് ഒന്ന് ചേർന്ന് ഈ പ്രാർത്ഥന ശുശ്രൂഷകളിൽ ഈ യാത്രയിൽ ശുശ്രൂഷയിൽ പങ്കുപറ്റിക്കൊണ്ട് ചേച്ചിയുടെ ശാന്തിക്ക് വേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സംഗീതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹിമമായ ദൈവത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും.
മനുഷ്യജീവിതം പുൽപ്പിടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോകുകയും ചെയ്യുന്നു. അതിനുള്ള സ്ഥലവും അജ്ഞാനമായി തീരുന്നു. മനുഷ്യജീവിതം പുൽപ്പിടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമ്മുടെ സമാധാനം. സൃഷ്ടിച്ചവനും അവരുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവരുമായ ദൈവം അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെ ഭരണത്തിന്റെയും നാഥനുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അങ്ങയുടെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭരം കർത്താവേ, പഴനും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്ക് വരമെന്നരുളേണം. കർത്താവടിയവനും സുദീർഘനുമാകുന്നു. സൃഷ്ടിച്ചവനും ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യന് ശരണം നീയല്ലോ. ലോകമൃതം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും. മനക്കന് ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മധ്യനമധ്യത ഉണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മധ്യദേവൻ സകലേശൻ നികരാമോദ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുള്ളൂ, ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നല്ല വരത്തു വലമ്പാലേ. നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേ. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവുപകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ മക്കളെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധയോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം തിരുവചനങ്ങൾ 24 മുതൽ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു.
ഇതുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ജീവൻ സ്നേഹിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ നിങ്ങളെ സൃഷ്ടിക്കുകയും നിത്യാനത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തായിൽ അങ്ങയുടെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച് ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിൽ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ ദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിക്കുകയും മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പുറപ്പെടുന്നവരുമായ മിശിഹായെ അങ്ങയുടെ ദാസിയുടെ പാപങ്ങൾ പുറപ്പെടുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചേച്ചി 69 വർഷം നല്ലതോട്ട് കരകൾക്കുമണി ഏറ്റുപറഞ്ഞ വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നല്ലൊരു ഭാര്യയായി, നല്ലൊരു കുടുംബനാഥയായി, നല്ലൊരു അമ്മയായി. അമ്മയുടെ വിശ്വാസം നമുക്ക് ഇപ്പോഴും നിശ്ചലമായ ഈ സൗന്ദര്യത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട്, അമ്മച്ചിയുടെ ചേതനയേറ്റ ശരീരത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് അമ്മച്ചിയുടെ വിശ്വാസം നമുക്കൊന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം. സർവശക്തനും ആയ പിതാവും നമ്മുടെ പുറകോട്ടും കിട്ടണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും ചിത്രജനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഒരു ദിവസം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. അന്നൊരു ദിവസം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. മരണമറിഞ്ഞൊരു സോദരനെയും ചിന്തിച്ചൊള്ളിൽ നെടുവിൽപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു കരയരുതേവും കരുണയുടന്തികമാനേശൻ ശാന്തി പകർന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ
ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാണ്. നമ്മളൊന്ന് ചേർന്ന് അമ്മച്ചിയെ സ്വർഗം വിളിച്ച് നടത്തി യാത്രയാക്കുകയാണ്. വിശ്വസ്തരായ പ്രത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, ദേവാലയത്തിലേക്ക് വിലാപയാത്രയായി സംബന്ധിച്ചു പോവുകയാണ്. വഴിയിൽ ബ്ലോക്ക് ഉണ്ടാക്കാതെ ആരും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. വാഹനങ്ങളിൽ ആളായാൽ വെട്ടുപടിയിലേക്ക് പോവുക. വീട്ടിലും ബ്ലോക്ക് ഉണ്ടാക്കരുത്. എല്ലാവരും പോകാനുള്ളവർ, ദേവാലയത്തിലേക്ക് പോകാനുള്ളവർ ദേവാലയത്തിലേക്ക് പോകാൻ റെഡിയാകുക. ആരും തൊട്ടടുത്ത വീട്ടുകാർ മാത്രം എല്ലാവരും സ്വീകരിക്കണമെന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്ന എല്ലാവരും വ്യക്തിപരമായിട്ട് വന്ന് പറയാനുള്ള സമയവും സാഹചര്യവുമല്ലല്ലോ ഉള്ളത്. അത് മനസ്സിലാക്കി നാളത്തെ വിശുദ്ധ കുർബാനയിലും തിരുക്കർമ്മങ്ങളിലും ബന്ധപ്പെട്ടവരെല്ലാം പങ്കെടുക്കണമെന്ന് അപ്പച്ചൻ ചേട്ടനും മക്കൾക്കും വേണ്ടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും ക്ഷണം അറിയിക്കുകയും ചെയ്യും. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ എഴുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വതഭാഗ്യം കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ, നാട്ടിൽ നിന്നിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മെച്ചികാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ മക്കളെത്തട്ടെ. പ്രാർത്ഥിപ്പതിനാൽ പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ, അനുദിനമലിവോ ഓർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോർസേ പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു. പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകമതിലേ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുലകം നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല. ദുഷ്ടത കുടിവാൻ അഴുകി നശിക്കും. ലോകമിതന്നിൽ
സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനാൽ സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ വിശുദ്ധ പ്രകാശോദിച്ചു. വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. നീവിഞ്ചേട്ടൻ കൊടുത്തു. മരണ
മരണത്തിന്റെയും നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. പ്രവേശിപ്പിക്കണമേ. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരുടെ മനോവിധേയനാക്കുകയും ദൈവമേ, നിങ്ങളുടെ വിശുദ്ധന്മാരുടെ വിശ്രമം കൊള്ളുന്ന അവരുടെ മത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദിസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് അങ്ങേറെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്വഭാവം കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഇയാളെ അഭ്യസിപ്പിക്കണമേ. അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ നിത്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശു വഴിയായി അമ്മയെ സൃഷ്ടിച്ച പുത്രനും സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും അമ്മേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളത്വം പോലെ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. തന്റെ ഉയർന്ന മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്ത് ഭാഗം നടത്തുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യാസനങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക.
പാപിനിക്ക് പ്രതി കൊടുത്തവളെ വിശദീകരിച്ച കർത്താവെ, അങ്ങേ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മരണത്തിന്റെ നാഥ, പിതാവും പുത്രനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമുതനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വര എന്നേക്കും. സംഗീതം നിന്നെ വിളിക്കട്ടെ, മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമതുതിയോടെ. സംഗീതം നിന്നെ വിളിക്കട്ടെ, മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമതുതിയോടെ. നിർമ്മലചരിതകളാം സാരായേശ്വ മത്തയോടും കൂടെ കടശീലുച്ചാനം നിതരാം കനിവാൽ നരുളട്ടെ കർത്താവിലേശൻ. സംഗീതം നിന്നെ വിളിക്കട്ടെ, മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമതുതിയോടെ. ഹൃദയത്തിന് നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ, മരണമുറക്കം തായം. സംഗീതം നിന്നെ വിളിക്കട്ടെ, മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമതുതിയോടെ. കട്ടരുവി തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവെ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പരിവിതേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ, എന്നെ ഞാൻ തേടി വിളിക്കുന്നു. ഞാനെപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണുനീര് വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവെ, നീ എന്തിനു രക്ഷപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചുടരുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായമായ ശബ്ദത്താൽ ആസനേർപ്പിച്ച കർത്താവേ, ആ ശബ്ദമാനിയ നീതിവിധിയുടെ ദിവസത്തിൽ നിർദാസിയെ വിളിക്കുകയും നിന്റെ വലത്തെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ വെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തിന്റെ നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. പ്രധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസിലെത്തിയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ വിശയാട് മോദി ശരീരത്തിൽ അന്നത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സ്വീകരിച്ചുകളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിങ്ങളിൽ നിരന്തരം വസിക്കട്ടെ. അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, അന്ത്യോപചാരം അർപ്പിക്കുവാനുള്ള സമയമാണ്. ശ്രദ്ധിക്കുക. കപ്പലയിലേക്ക് കയറി നിൽക്കുക. നിങ്ങൾ മറ്റുള്ളവരെ രണ്ടു നിരയായിട്ട് വന്ന് ഇരുവശത്തേക്ക് പോകുക. അവിടെ നിൽക്കുന്ന അമ്മച്ചിമാര് വഴി കൊടുക്കുക കേട്ടോ. ഇത് കച്ചയില്ലേ ചോദിച്ചേട്ടാ
ഇവിടെ ചകിരി കയറ് കിട്ടുമോ? തുണിയിരിപ്പുണ്ടെങ്കിൽ കയറിയാണ്. സ്ലാബിലെ ചവിട്ടുന്നതൊക്കെ നോക്കി നടക്കുക. സൈഡിൽ കൂടെ കാല് തട്ടാതെ പതുക്കെ പോകുക. ശ്രദ്ധിച്ചു. അവിടെ നിൽക്കുന്നവരൊന്ന് മാറി നിന്ന് കൊടുത്ത ആളുകൾക്ക് പോകാനായിട്ട് അവിടെ നിരയായിട്ട് വരിക. ദയവ് ചെയ്ത്
ഒത്തിരി വേണം ഒത്തിരി ചേട്ടാ കൈ മാറ്റി കൈ അപ്പൊ അതെല്ലാം അങ്ങോട്ട് ഇട്ടു. മമ്മിക്ക് ഒരു ഉമ്മ കൊടുത്തു. ആ വേണ്ട മമ്മി ചോദിച്ചു വരുമ്പോൾ സാർ നിർബന്ധിക്കണ്ട. ഒന്നുകൂടെ ഒത്തിക്കും എൻ്റെ കൈ വന്നു. വെയിറ്റ് തിരക്ക് പോട്ടുണ്ട്. നാല് പേര് നിന്നിട്ട് ബാക്കിയുള്ളവർ മാറി നിന്നേ. 4 പേര് പിടിക്കാനറിയാവുന്നത് രണ്ടുപേര് പിടിക്കുക. അവിടെ പുറകിലെ പെട്ടി പൊക്കാനായിട്ട് ഒരാൾ ഇവിടെ പൊക്കാനായിട്ട്. തിരക്ക് കൂട്ടല്ലേ അതൊക്കെ പെട്ടി പൊക്കിയേ. അല്ല പെട്ടി പൊക്കി ഈ പൈപ്പ് എടുക്കുക. ഓക്കെ, പതുക്കെ താത്തുക. പതുക്കെ തിരക്ക് കൂട്ടണ്ട. കയറ് വിടരുത് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് നേരെയാണ്. കുറച്ച് ഇവിടെ അങ്ങോട്ട്